ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കട്ടപ്പനയിലെ വെള്ളയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. വെള്ളയാങ്കുടി സിറ്റിയിലാണ് നമ്മളുള്ളത്. വെള്ളയാങ്കുടിയിൽ ഒരു ചെറിയൊരു ടീ ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചേട്ടാ, ഇത് ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ഇത്തവണ? യുഡിഎഫിനോട് ആയിരിക്കും. അതെ, ചേട്ടൻ്റെ വോട്ട് ഇടുക്കി. ഓക്കെ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണം എന്നാണ് ആഗ്രഹം. എന്തായാലും ജോസിയോട് ജയിക്കണം. അതിനങ്ങനെ പറയാൻ കാരണം ഇത്തവണ വോട്ടുണ്ടോ? ഉണ്ട്. ആദ്യ വോട്ടാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യ കന്നിവോട്ട് എന്നുള്ള രീതിയിൽ കന്നിവോട്ട് രേഖപ്പെടുത്തുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടാവും അല്ലെ? നമ്മൾ ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ആൾ വിജയിക്കണം എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തവണ ഇത്ര നാളായി ഇപ്പം വോട്ട് ചെയ്യാൻ ആർക്ക് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്തോ? UDF ഡീൻ കുര്യാക്കോസിന് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ വോട്ട് പാഴാകത്തില്ല എന്നുള്ളതാണ് അല്ലേ? ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി UDF-നൊപ്പമെന്നാണ് തോന്നല്. ഓക്കെ, താങ്ക്സ്. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? UDF. ആര് ജയിച്ചാലും കണക്കായ എല്ലാമാര് കക്കുന്നവന്മാരല്ലേ. അതുകൊണ്ട് ആര് വന്നാലും BJP വന്നാലും UDF വന്നാലും LDF വന്നാലും അവന്മാര് തടിക്കും. ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല. ചെറുത് മത്സരമാണ്. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ ചേച്ചി? വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? ഉണ്ടോ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? ജോയ്സ്. അതെയോ? എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പാർട്ടിയാ. ഇടുക്കി ഇത്തവണ ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? നല്ല സ്ഥാനാർത്ഥി. അതെയോ? ഓക്കെ, അപ്പം ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് ഇടുക്കിയിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ഇവിടെ 3 പേര് പെണ്ണവരോട് ചോദിക്കാം നമുക്ക്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഇടുക്കിയില് നിലവിലെ MP യുടെ പ്രവർത്തനം മോശമാണ്. മുന്നത്തെ MP ജോസ് ജോർജ് ജയിക്കണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അത് തന്നെ. ജോസ് ജോർജ് തന്നെ ജയിക്കുന്നത്. കാണാൻ പോലും ഒന്ന് പോസ്റ്ററെ കറണ്ട് പോലെ പിന്നെ കണ്ടിട്ട് അടിയുന്നത് കല്യാണത്തിന് മതി. ഇതേ ഉള്ളൂ. ജോയ്സ് ജോർജ് വരാറുണ്ടോ ഇവിടെ? ജോസ് ജോർജ് വരാറുണ്ട്, ഇടയ്ക്ക് പോകാറുണ്ട്. നമ്മൾ വിഷ് ചെയ്ത് കഴിക്കാറുണ്ട്. കഴിഞ്ഞ തവണ അതായത് 2014 മത്സരിച്ച് ജയിച്ച് ഒരു 5 വർഷക്കാലം നല്ലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. 2019 ഡീൻ കുര്യാക്കോസ് മത്സരിച്ച് വിജയിച്ച് പോയിട്ട് ഞാനൊക്കെ അപൂർവമായിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈം ആയപ്പോഴത്തേക്ക് പുള്ളി എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത നാളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മൾ കാണാറൊന്നുമില്ല. ഇങ്ങനെ അന്ന് വോട്ടുണ്ടെന്നൊക്കെ ചിലപ്പോൾ നല്ലൊരു പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ജോസ് ജോർജ് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജോസ് ജോർജ് വേണ്ടി ഞങ്ങൾ ശരിക്കും വർക്ക് ചെയ്യും. അത് വേറെ ചിരിപ്പേ അല്ല, അത് വേറെ ചിരിപ്പേ. അയ്യോ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് വിജയിച്ച് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? DN തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ യഥാർത്ഥ ഒരു കോൺഗ്രസ്കാരനാണ്. അപ്പൊ അവൻ ഏതായാലും മാറ്റി വോട്ട് ചെയ്യുകയല്ല. ഓക്കെ ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? വോട്ട് ചെയ്താ ഇത്തവണ. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് വിജയിച്ച് വരണമെന്നാണ് ആഗ്രഹം? ഇടുക്കിയിൽ വികസനം നായകന്മാര് പറഞ്ഞു. അതെ, അല്ലാതെ നമുക്കൊരു പ്രയോജനമില്ലാത്ത ആൾക്കാരൊന്നും, കൃഷിക്കാർക്ക് ഒരു ഉപകാരവും ഇല്ല ഒരു സർക്കാരിനെ. അതുപോലെ തന്നെ പട്ടയ പ്രശ്നം, ഞങ്ങൾക്ക് പട്ടയമില്ല. ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഞങ്ങളൊരു ബാങ്ക് ഇടപാടിനോ അല്ല കൃഷി ഓഫീസിലോ ഞങ്ങൾക്കൊരു പെൻഷൻ കിട്ടാനോ എന്താവശ്യത്തിന് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഈ രാഷ്ട്രീയ പാർട്ടികളോ ആരും നൽകുന്നില്ല. അത് ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. ഇത് ഞങ്ങൾ പാലളക്കും. ഇപ്പോൾ പാല് കൊണ്ട് 10 ലിറ്റർ പാല് അളക്കുന്ന പശുവിന് കൊടുക്കേണ്ടത് 8 ലിറ്റർ കാലിത്തീറ്റ കൊടുക്കും. 8 കിലോ കാലിത്തീറ്റ കൊടുക്കും. ഈ കാലിത്തീറ്റ കൊടുക്കണമെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും മിച്ചമില്ല, ഒന്നുമില്ല, വെറുതെ പണി എടുക്കുന്നു. അങ്ങനൊരു അവസ്ഥയാണ് ഞങ്ങളുടെ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വോട്ട് ചെയ്യാനോ ഉദ്ദേശിച്ചതോ ബഹിഷ്കരണമാണോ? അതോ ഇല്ല, ഞാൻ വോട്ട് ചെയ്യുന്നില്ല, ബഹിഷ്കരിക്കുക. കാരണം നമുക്ക് അതേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കൊരു യാതൊരുവിധ ആനുകൂല്യം തരാത്തവർക്ക് നമ്മളെന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഇതിന് പോയി അവിടെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഈ വോട്ടർ പട്ടികയും പുതുക്കി വല്ല കാര്യമുണ്ടോ? ബഹിഷ്കരണമാണ്. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഇടയ്ക്ക് ഞാൻ ജയിക്കും. ഞാൻ ജയിക്കും. ആദ്യമായിട്ടുള്ള ഒരു പറച്ചിലാണ് ആൾക്കാർ.
ആൾക്കാർ പറയാന്നുള്ളതല്ല. ഇത്ര ഇതിപ്പോ ആര് ജയിച്ചാലും എന്റെ ഗതിയിൽ തന്നെ കടത്തുന്നതല്ല. അതിന് മാറ്റമൊന്നുമില്ല. അതിന് മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല. അത് പിന്നെ ഇവനൊക്കെ ജയിച്ചിട്ടുള്ള കാര്യം ഇരിക്കുന്നത് ഇടതനും വലതനും മാറി മാറി ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 50 വർഷത്തോളമായി ഇവിടെ പാർലമെന്റ് മണ്ഡലമായിട്ട്. അല്ലേ ചോദിച്ചടാ? 50 വർഷത്തോളമായി. ഈ 50 വർഷമായിട്ട് ഇവിടെ സാധാരണത്തിന്റെ കാര്യം ഒറ്റ നേതാക്കന്മാർക്ക് അറിയണ്ട, ഒരുത്തിനും അറിയണ്ട. വോട്ടാകുമ്പം നീ പോരെ എന്റെ പാത്രത്തിലിട്ടോ, ഞാൻ നിന്നെയൊക്കെ വിറ്റ് തിന്നോളാം. അതാണ് യുവമാരുടെ എല്ലാത്തിന്റെ ഇടതന്റെ ഇവന്മാരുടെ എല്ലാം. ഇപ്പൊ 3 മുന്നണിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. 3 അവന്മാരും കൂടെ ഇവന്മാര് കാണിക്കുന്ന അറിയണമെങ്കിൽ വൈകുന്നേരം ആകുമ്പം ചെല്ലണം. ഇവന്മാർ 3 കൂടെ ഇരുന്ന് വീതം വെക്കുന്ന കാണാം. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇവനെ വോട്ടിന് വേണ്ടിയോ എവനേലും കുത്തണം, എവനേലും ഒരുത്തരം കുത്തണം, എവനേലും കൊണ്ട തിന്നട്ടെ. അല്ല വോട്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എവനേലും കൊണ്ട തിന്നും, ഉറപ്പാ. 3 ഒരുത്തം തിന്നും.